അപ്പം പാവല്ലത് കുറേ ആയി ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ റൂമിൽ വന്ന് കളിക്കുമ്പോൾ അവൾ ഹംദ കൂടുതൽ നോക്കുക അതിൻ്റെ അടിക്കാണ്. ഹൗ അതിൻ്റെ അടിക്ക് തന്നെ നോക്കുക. എന്നിട്ട് കട്ടറും ഡബറൊക്കെ എടുത്തിട്ട് നീതോ ഇത് എടുക്കട്ടെ, നീതോ ഇത് ഞാൻ എടുക്കട്ടെ, നിന്നോട് ചോദിക്കാൻ പറയും. നീ എടുത്തോ. അപ്പോൾ എന്നാലും പാത്ത് പറയും ഇത് വേണ്ട, സ്കൂളിലേക്ക് കൊണ്ടുപോവാം നമുക്ക് എന്ന് പറയും. അപ്പോൾ ആന്ന് പറഞ്ഞിട്ട് അത് അവിടെ തന്നെ വെച്ചിട്ട് ഒരു സങ്കടം പോലെ ആയിട്ടൊക്കെയാണ് കളിക്കുക. എന്നിട്ട് പറയും ഞാൻ അടിയിൽ പോവാം നീ എൻ്റെ മമ്മയുടെ അടുത്ത് പോവാം. അങ്ങനെ ഹവ്വ പറയട്ടോ. അപ്പം ഇത് ഹവ്വാക്കും ഹംദാക്കും ഞാൻ ഒന്നുകൂടെ എടുക്കട്ടെ. ഇതിലില്ല, 2 ഉള്ളൂ. ഒന്നെടുത്തിട്ടോ കണ്ടങ്ങിപ്പോൾ 1 ഉള്ളൂ. 2 പേർക്ക് 2 എടുക്കട്ടെ. നമുക്കിതൊന്ന് റാപ്പ് ചെയ്തെടുക്കാം. എൻ്റെ ഗിഫ്റ്റ് റാപ്പർ അല്ലെങ്കിൽ 3 ഗിഫ്റ്റ് റാപ്പർ അവിടെ എന്നിട്ട് കൊണ്ടോ മേലെയാണ്. ആ കാണുന്നതാണ് ഞങ്ങളെ ഗിഫ്റ്റ് റാപ്പർ. ഞങ്ങളിപ്പോൾ കയറ്റി വെച്ചാൽ ഞാനിത് എടുക്കുകയാണ്. അപ്പോൾ ഗേസ് ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്, കാരണം അത് ഗ്രിപ്പ് ലൈൻ പേപ്പർ. പക്ഷേ ഇപ്പോൾ മേലെ ഞാനിത് റാപ്പ് ചെയ്യാം. ഇപ്പോൾ വരട്ടോ വിളിക്കണം. ഗേസ് നമുക്കിത് റാപ്പ് ചെയ്യാം. എനിക്ക് ചെറിയ സങ്കടമുണ്ട്. എന്തിനെന്നറിയോ ഗൈസ്, എന്താണ് അവർ കുറേ ആയി പറയണം. ഇവിടെ വന്നാൽ അവർ പറയും കട്ട് വേണം പറയും. അപ്പോൾ ഹവ്വയാണ് കട്ട് വേണം പറയാം. അപ്പോൾ ഭാഗത്തുനിന്ന് പറയാം കട്ട് തീർക്കണ്ട ഹവ്വ, അതൊക്കെ നമുക്ക് ഡ്രോയിങ് ചെയ്യാനെടുക്കാമെന്ന് പാത്തു പറയും. എന്നിട്ട് പാത്തുവിന് പണി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അവളെ പണി. ഇങ്ങനെ കുറേയൊക്കെ ഞാൻ വരക്കണ പോലെ വരച്ചിട്ട് ആക്കും. ഇത് ഞാൻ വരച്ചു കൊടുത്താണ്. ഇത് ഞാൻ വരച്ചു കൊടുത്താണ്. ഇതവൾ വരച്ച്, ഇതും അവൾ വരച്ച്. അങ്ങനെ ഇഷ്ടമാതിരി ക്ലോക്ക് വരച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് അവളെ പണി കേട്ടോ. അപ്പോൾ കട്ട് തീർന്നുകൊണ്ടല്ല, കട്ട് അവൾ പറഞ്ഞുകൊണ്ട് എനിക്കൊരു എന്തോരിത് പൊതിഞ്ഞ് ഇനി ഇവിടെ പേര് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈ ലെറ്ററും കൂടി ഇതിലേക്ക് വെക്കാം.